മരണമണി മുഴക്കി പിന്നെയും എയർ ഇന്ത്യ. ഇന്നലെ ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകാനിരുന്ന ഫ്ലൈറ്റ് അതിൻ്റെ ഫ്യൂവലിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര റദ്ദാക്കി. നമസ്കാരം, ടോക്സിക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ ആ സ്വിച്ചിൻ്റെ ഫോൾട്ട് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ അഹമ്മദാബാദിൽ സംഭവിച്ച മാതിരി ദ ഹോൾ ഫ്ലൈറ്റ് ക്രാഷ് ആയനെ, എല്ലാവരും മരിച്ചേനെ. കളിക്കുകയാണോ എയർ ഇന്ത്യ? നിങ്ങൾ ആളെ കൊല്ലി ഫ്ലൈറ്റായിട്ട് മാറിയേക്കുവാണ്. കൊട്ടേഷൻ എടുത്തിട്ട് ആളെ കൊല്ലാൻ ഇറങ്ങി തിരിച്ച മാതിരിയാണ് ഇപ്പം നിങ്ങളുടെ പ്രവർത്തനം. ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു സേഫ്റ്റി ഇല്ല. മനുഷ്യൻ്റെ ജീവന് പുല്ലുവിലയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരോടും പറയുകയാണ്, ഒരു 10 പൈസ കൂടുതൽ കൊടുത്താലും വേണ്ടിയില്ല മറ്റുള്ള ഫ്ലൈറ്റ് റിലൈ ചെയ്തോണം. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ ഒരിക്കലും എയർ ഇന്ത്യ ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ജീവനിൽ നിങ്ങൾക്ക് കൊതിയുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഫ്ലൈറ്റ് ചൂസ് ചെയ്തോണം. 2024 എനിക്കും ഫാമിലിക്കും ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഈ എയർ ഇന്ത്യയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തു. മുംബൈ ചെന്നിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയിലോട്ട്. രാവിലെ 5 മണിക്ക് മുംബൈയിലെത്തും. അവിടുന്ന് പിന്നെ 7:30 ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കൊച്ചിയിലോട്ടാണ് കണക്ഷൻ. മുംബൈയിലെത്താനായിട്ട് ഇവർ താമസിച്ചു. കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല. 6 മണി 6:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഈ പെട്ടിയും എല്ലാം കൂടെ വലിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് ടെർമിനലിലെത്തി. മുംബൈയിലെ ഡൊമസ്റ്റിക് എയർ ഇന്ത്യ ടെർമിനൽ എന്ന് പറയുന്നത് ഇത്ര വൃത്തികെട്ട, അതായത് ചന്ത മാറി നിൽക്കും. ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു സേഫ്റ്റി ഇല്ല, പിന്നെ അതേമാതിരി സർവീസ് ഇല്ല. ചന്തയിൽ ആൾക്കാർ നിൽക്കുന്ന മാതിരി ക്യൂ സിസ്റ്റം ഇല്ല, ഒരു പ്രയോറിറ്റി സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. അവിടെ കൗണ്ടറിൽ കുറേ ശൃംഗാരികൾ നിൽക്കുന്നുണ്ട്. അവളുമാർ ഒരു കൈൻഡ് ഓഫ് സർവീസും കൊടുക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് ക്യൂ ഒന്ന് അറേഞ്ച് ചെയ്യുക, അതൊന്നും ചെയ്യുന്നില്ല. ഒടുവിൽ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുക, ഇനി അടുത്ത ഫ്ലൈറ്റ് വൈകിട്ട് 8 മണിക്കുള്ളതെന്ന്. ഓർക്കണം, രാവിലെ 5 മണിക്കത്തെ ഫ്ലൈറ്റിന് വന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി പോകാനായിട്ട് നിന്നതാണ്. വൈകിട്ട് ഇനി ഈവനിങ്ങിൽ 8 മണിക്കേ ഉള്ളതെന്ന്. അതുവരെ നമ്മളവിടെ കിടന്ന് അലഞ്ഞോണം. വേറൊരു ഓപ്ഷൻ തന്ന് നിങ്ങൾ ഇൻഡിഗോയ്ക്ക് വേണമെങ്കിൽ കയറി പൊക്കോളൂ, ലഗേജ് അല്ല അവർ എത്തിച്ചു തരാമെന്ന് വൈകിട്ട്. അപ്പോൾ ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ എയർപോർട്ട് തോറും ഇങ്ങനെ കയറി ഇറങ്ങുന്നതാണ്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതല്ലേ, ഒരല്പം കൂടെ മാന്യത കാണിച്ചുകൂടെ? എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ തന്നുകൂടെ? ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തന്നുകൂടെ? ഇത്ര വൃത്തികെട്ട സർവീസ് ലൈഫിൽ ആദ്യമായിട്ടാണ്, അവസാനമായിട്ടും ഇനി ഒരിക്കലും എയർ ഇന്ത്യക്ക് നമ്മൾ പോകത്തില്ല. എല്ലാവരെയും ഇനിയിപ്പം എന്താ കണ്ടില്ലേ, ലൈഫിൻ്റെ ഗ്യാരണ്ടി അതുമില്ല, കൊണ്ടുപോയി കൊല്ലുകയാണ്. ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എയർ ഇന്ത്യക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. അതും ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതും ഒക്കെ കുറ്റകരമാണെങ്കിൽ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുന്നവരെല്ലാവർക്കും എതിരെയും കേസ് എടുക്കാൻ പറ്റും. കാരണം അത് ഉറപ്പല്ലേ, ജീവന് യാതൊരു ഗ്യാരണ്ടിയില്ല. ദൈവത്തെ ഓർത്ത സുഹൃത്തുക്കളെ, ഇനി എയർ ഇന്ത്യക്ക് ആരും ട്രാവൽ ചെയ്യരുത്. 10-15 രൂപ കൂടുതൽ കൊടുത്താലും വേണ്ടിയില്ല വേറെ ഫ്ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ നോക്കുക. സേഫ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നല്ല സർവീസ് കിട്ടും. എയർ ഇന്ത്യ ഒന്നും നന്നാവാൻ പോകുന്നില്ല. ഈ ടാറ്റ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ച ഏതാണ്ട് വലിയ മല മറിക്കാൻ പോവുകയാണെന്ന്. കോപ്പാ ചെയ്തത്. കുറച്ച് പെയിൻറ്റ് വാരി തൂത്തു, ലോഗോ മാറ്റി, സർവീസ് പിന്നെയും വേഴ്സായി, ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശമാണ്. ആ മുംബൈ ഡൊമസ്റ്റിക്കിൽ കിടന്നിട്ട് ഞങ്ങൾ അനുഭവിച്ചത് ഒരു പന്നം പറഞ്ഞ ഒരു സർവീസായിപ്പോയെന്നേ. പന്നപ്പട്ടികൾ തിരിഞ്ഞു നോക്കത്തില്ലെന്നുള്ള യാത്രക്കാരെ നമ്മൾ ഏതാണ്ട് ഔദാര്യത്തിൽ ചെന്ന് കിടന്നിട്ട് യാചിക്കുന്ന മാതിരിയാണ് നമ്മളോട് പെരുമാറുന്നത്. ഒരിക്കലും ഇനി ട്രാവൽ ചെയ്യരുത് എയർ ഇന്ത്യ. ദ വേഴ്സ്റ്റ് ഫ്ലൈറ്റ് ഇൻ ദ വേൾഡ്. സീരിയസ്ലി, അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.